നമസ്തേ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞാനിന്ന് പൊന്മുടിയിലേക്കൊരു യാത്ര പോവാണ്. 2 വീലറിലാണ് പോകുന്നത്. ഏത് റിസോർട്ടാണ് എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഒരു 12:30 ആയപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് തന്നെ വിദൂരെ എത്തിയപ്പോൾ വിശപ്പ് തുടങ്ങി. അപ്പോൾ അവിടെ 2-3 ഓട്ടോ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ അവിടെ ഒരു അച്ചായൻസ് തട്ടുകട എന്നൊരു അത്യാവശ്യം നല്ലൊരു തട്ടുകടയാണ്. അവിടുത്തെ ഊണ് ഗംഭീരമാണെന്ന് പറഞ്ഞു. നേരെ അങ്ങോട്ടേക്ക് തന്നെയാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കരുതി ചെറിയ ഒരു കടയായിരിക്കും എന്നാണ് കരുതിയത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഒത്തിരി സ്പേസ് ഉണ്ട്. ഒരു ഫാമിലിക്കൊക്കെ ഇരിക്കാൻ പറ്റിയ സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. ചിക്കനും ബീഫും ഫിഷ് ഫ്രൈ ഒക്കെ ടേസ്റ്റ് ചെയ്തു. കുഴപ്പമില്ല. നാടൻ ഫുഡാകുമ്പോൾ എപ്പോഴും അതിൻ്റേതായൊരു കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് യാത്ര വീണ്ടും തുടർന്നു. ഇവിടുത്തെ നമ്മൾ ഈ പൊന്മുടിക്ക് പോകും തോറും ആ സ്കൈ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഉച്ചയാണെങ്കിൽ അങ്ങനെ ഭയങ്കര വെയിലിൻ്റെ ചൂടൊന്നും അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ഗോൾഡൻ പീക്ക് റിസോർട്ടിലാണ്. നമ്മളിപ്പോൾ KTDCയുടെ ഗോൾഡൻ പീക്ക് റിസോർട്ടിലെത്തി. ആദ്യത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ റൂമിലോട്ട് പോവാണ്. ഞാൻ കൂടുതൽ വീഡിയോസ് ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു. റൂമിലോട്ടുള്ള വഴിയാണ്, റൂമിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. എന്ത് രസമാണെന്നറിയോ ഇവിടെ. 2 സ്ഥലത്തും ഇങ്ങനെ ചെടിയൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ഈ റിസോർട്ടിൽ. നമ്മുടെ റൂമും വ്യൂ ഒക്കെ ഭയങ്കര ഭംഗിയാണ്. റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ്, കണ്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. റൂം അത്യാവശ്യം നല്ലതാണ്, സ്പേഷ്യസ് ആണ്. വൈകിട്ടായപ്പോൾ ചെറുതായിട്ടൊരു കോടയൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. ഇതാ അവിടുത്തെ ഒരു ഗാർഡനാണ്. 2 സൈഡും ഇങ്ങനെ പൂക്കൾ ഉണ്ട്, യെല്ലോ ഫ്ലവേഴ്സാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ. ഇനിയിപ്പോൾ നമ്മൾ താഴെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നേ ഉള്ളൂ. വൈകിട്ടായി. അപ്പോൾ ഇനി കാണിച്ചു തരാം. പോയി ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. ഈ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലുള്ള ഒരു വ്യൂ കാണിച്ചു തരാം, കണ്ടോ. നമ്മളിവിടെ എത്തിയിട്ട് നോക്കുമ്പോഴേ ഇവിടുത്തെ ഈ ചെടികളും ഈ സ്കൈയും ഒക്കെ കാണുമ്പോൾ നമ്മൾ പുറത്തേതോ ഒരു രാജ്യത്തിൽ നിന്നൊരു ഫീലായിരുന്നു. എവിടെ നോക്കിയാലും ഫ്രെയിമാണ്. അങ്ങനെ ഒരു പ്രത്യേക പോയിൻ്റ് ഒന്നുമില്ല. എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും ഭയങ്കര രസമായിട്ടാണ് അത് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 2 o'clock ആണ്. ചെക്ക് ഔട്ട് 11 AM ആണ്. നെക്സ്റ്റ് ഡേ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമ്മളൊരു വീക്കെൻഡാണ് പോയത്. സ്കൈ ഒക്കെ ഉണ്ട്, കോടയൊക്കെ ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ടാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് പോയത്. കാരണം ഈ ഏരിയ ഇതൊരു പ്രൊഹിബിറ്റഡ് ഏരിയ ആണ് എന്നാണ് പറഞ്ഞത്. ബട്ട് നമ്മൾ അവിടെ ചെന്നപ്പോൾ സെക്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു അവിടുത്തെ ഒരു ഏരിയ. പക്ഷെ കുറച്ച് നേരം നിന്നപ്പോൾ സെക്യൂരിറ്റി നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടായിരുന്നു. കാരണം ആന ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. സോ അവിടെ നിന്ന് അധികം വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒരു ഇതായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ നിന്നാലേ അറിയാതെ അങ്ങ് നിന്ന് പോകും. വെറുതെ ഒന്നുമല്ല, നമ്മൾ സ്കൈനെ നോക്കി നിന്നാൽ മതി. അതിൻ്റെ മൂവ്മെൻറ്റ്സും കുറേ നേരം ഞാൻ അവിടെ അങ്ങ് നിന്ന് പോയി. ഭയങ്കര രസമാണ് അവിടെ ഇരുന്ന് അത് തന്നെ നോക്കിയാൽ. വേറെ ഒന്നുമല്ല, ആ സ്കൈ തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഭയങ്കര എന്താ പറയുക, ചീവീടിൻ്റെ ഒക്കെ ഒത്തിരി സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അവിടെ നിന്ന്. ഇത് വേറൊരു വ്യൂ പോയിൻ്റാണ് പോകുന്നത്. ഇവിടെ ക്യാമ്പ് ഫയറിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ തണുപ്പൊന്നും അത്രത്തോളം ഇല്ലായിരുന്നു. ഞാനിവിടെ ഓൾറെഡി തന്നെ ഇവിടെ വന്ന് ഗോപ്രോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ടൈം ലാപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അതവിടെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ഒരു വീക്കെൻഡാണ് പോയത്, എന്നിട്ട് പോലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു.
ആക്ച്വലി വീക്കെൻഡ്സ് പോകുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ്. വീക്ക് ഡേയ്സൊക്കെ നല്ല എന്താ പറയുക റേറ്റ് കുറവാണ്. അങ്ങനെ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. രാത്രി എപ്പോഴും ഇങ്ങനെ ആ പാത്തിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഡിന്നർ ബൊഫയാണ്, ജസ്റ്റ് ഓക്കെ എന്ന് ഞാൻ പറയുള്ളൂ. പെർ ഹെഡ് 350 റുപ്പീസാണ്. ബട്ട് അത്രയും അല്ല, വേർത്തിട്ടല്ല എന്ന് വേണമെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയാം. മീൻസിനോ അത്ര ഡിഷസ് ഒന്നും എനിക്കങ്ങനെ ഇതായിട്ട് തോന്നിയില്ല. അങ്ങനെ അപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ നല്ല കോട ഉണ്ടായിരുന്നു. നിങ്ങൾക്കത് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. അങ്ങനെ കുറേ നേരം കോടയൊക്കെ കണ്ടിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ആയിരുന്നു, നല്ല ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരുന്നു. 11 മണിയാകുമ്പോൾ ചെക്കൗട്ടാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചു, കുറച്ച് നേരം കൂടെ അവിടെ നിന്നു. അങ്ങനെ ബൈ KTDCയിലെ ഗോൾഡൻ പീക്കിൽ യാത്ര പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ പുതിയ വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം. ബൈ, ടേക്ക് കെയർ.